Hi friends, today we are discuss the topic of hematology. It's a long video, but I include almost all the question about hematology. So we can start the question. First question, sodium fluoride prevent the glycolysis by inhibiting the enzyme. Sodium fluoride prevent the glycolysis by the inhibiting by the enzyme. Four options are there. The answer is enolase. ഫ്ലൂറൈഡ് ഓക്സലേറ്റ് ആണ് ആൻറ്റിക്കോയാഗുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോഡിയം ഫ്ലൂറൈഡിൻ്റെയും പൊട്ടാസ്യം ഓക്സലേറ്റിൻ്റെയും 1:3 റേഷ്യോ മിക്സ്ചറാണ് ഫ്ലൂറൈഡ് ഓക്സലേറ്റ്. അതിൻ്റെ കളർ കോഡ് ഗ്രേ കളറാണ്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഷുഗർ ടെസ്റ്റിനാണ്. ഫ്ലൂറൈഡ് ഓക്സലേറ്റ് നമുക്ക് അതർ എൻസൈമാറ്റിക് ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ഓഫ് ബ്ലഡ് റോയിൽ ഏറ്റവും അവസാനത്തതാണ് ഫ്ലൂറൈഡ് ഓക്സലേറ്റ് ബോട്ടിൽ. Next question, the lifespan of RBC. It's a simple question. The answer is 120 days. Next question, the size of platelet is dash. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പ്ലേറ്റ്ലെറ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1.5 to 3 മൈക്രോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷനിൽ കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളത് 2 to 4 മൈക്രോമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വിൻഡ്രോപ്സ് മിക്സ്ചർ ആൻറ്റിക്കോയാഗുലൻ്റ് ഈസ് ഡാഷ്. ദ വിൻഡ്രോപ്സ് മിക്സ്ചർ ആൻറ്റിക്കോയാഗുലൻ്റ് ഈസ് ഡാഷ്. ദ ആൻസർ ഈസ് അമോണിയം ആൻഡ് പൊട്ടാസ്യം ഓക്സലേറ്റ്, ദാറ്റ് ഈസ് ഡബിൾ ഓക്സലേറ്റ്. അമോണിയം ഓക്സലേറ്റിൻ്റെയും പൊട്ടാസ്യം ഓക്സലേറ്റിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ഓക്സലേറ്റിൽ 3:2 റേഷ്യോയിലാണ് അമോണിയം ഓക്സലേറ്റും പൊട്ടാസ്യം ഓക്സലേറ്റും യൂസ് ചെയ്യുന്നത്. ഡബിൾ ഓക്സലേറ്റിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് നീഡ് സ്മോൾ എമൗണ്ട്. 5 ml ബ്ലഡിലേക്ക് ആകെ 0.2 ml ആൻറ്റിക്കോയാഗുലൻ്റ് ആവശ്യമായുള്ളൂ. ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് സ്മിയർ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നില്ല. ഇത് ടോക്സിക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബ്ലഡ് ഫിലിം ഷോയിങ് വേരിയേഷൻ ഇൻ സൈസ് ഓഫ് RBC ഈസ് ഡാഷ്. എഫ് ബ്ലഡ് ഫിലിം ഷോയിങ് വേരിയേഷൻ ഇൻ സൈസ് ഓഫ് RBC ഈസ് ഡാഷ്. ദ ആൻസർ ഈസ് അനൈസോസൈറ്റോസിസ്. RBCയുടെ സൈസിൻ്റെ വേരിയേഷനാണ് അനൈസോസൈറ്റോസിസ് എന്ന് പറയുന്നത്. പോയിക്കിലോസൈറ്റോസിസ് എന്ന് പറയുന്നത് RBCയുടെ ഷേപ്പാണ്. ഷേപ്പിലുള്ള ഡിഫറൻസിലാണ് പോയിക്കിലോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു ടിയർ ഷേപ്പാണ് പോയിക്കിലോസൈറ്റോസിസിൽ വരുന്നത്. നെക്സ്റ്റ് ഓപ്ഷനായ എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത് സെല്ലിലെ പാർട്ടിക്കിളുടെ മൂവ്മെൻ്റ് ആണ് എക്സോസൈറ്റോസിസ്. പ്ലിയോസൈറ്റോസിസ് എന്ന് പറയുന്നത് WBC കൗണ്ടിൻ്റെ ഇൻക്രീസ് ആണ്. അത് ഏകദേശം മെയിനായിട്ട് CSFിലുള്ള WBC കൗണ്ടിൻ്റെ ഇൻക്രീസിനാണ് പ്ലിയോസൈറ്റോസിസ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നാച്ചുറൽ ആൻറ്റിക്കോയാഗുലൻ്റ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആൻസർ ഹെപ്പാരിൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂലെക്സ് ഫോർമേഷൻ വിൽ 4 ഓപ്ഷൻസ് ആർ ദർ. ഓപ്ഷൻ എ ഇൻക്രീസ് ESR, ഓപ്ഷൻ ബി നോ എഫക്റ്റഡ് ഓൺ ESR, ഓപ്ഷൻ സി ഡിക്രീസ് ഇൻ ESR, ഓപ്ഷൻ ഡി മാർക്ക്ഡ് ഡിക്രീസ് ഇൻ ESR. ആൻസർ ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ ESR. ESRൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് ഓഫ് അഗ്രിഗേഷൻ, സ്റ്റേജ് ഓഫ് സെഡിമെൻറ്റേഷൻ ആൻഡ് സ്റ്റേജ് ഓഫ് പാക്കിംഗ്. സ്റ്റേജ് ഓഫ് അഗ്രിഗേഷൻ്റെ വേറെ പേരാണ് റൂലെക്സ് ഫോർമേഷൻ. അത് 10 minutes ആണ് ഒക്കർ ചെയ്യുന്നത്. സ്റ്റേജ് ഓഫ് സെഡിമെൻറ്റേഷൻ 40 minutes ആൻഡ് സ്റ്റേജ് ഓഫ് പാക്കിങ്ങിന് 10 minutes. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂഷ്വൽ ഡൈലൂഷൻ ഫാക്ടർ ഇൻ RBC പിപ്പറ്റ് ഫോർ ബ്ലഡ് സെൽ കൗണ്ട്. ദ യൂഷ്വൽ ഡൈലൂഷൻ ഫാക്ടർ ഇൻ RBC പിപ്പറ്റ് ഫോർ ബ്ലഡ് സെൽ കൗണ്ട്. ആൻസർ 1:200 ആണ്. ഓപ്ഷൻ എ 1:20 WBC പിപ്പറ്റിൻ്റെ ഡൈലൂഷൻ ഫാക്ടറാണ്. 1:100 വരുന്നത് അനീമിക് കേസിൽ അനീമിക് കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈലൂഷൻ ഫാക്ടറാണ് 1:100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ഓക്സലേറ്റ് ഫ്ലൂറൈഡ് മിക്സ്ചർ യൂസ്ഡ് ഫോർ ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷൻ ഈസ്. ദ റേഷ്യോ ഓഫ് ഓക്സലേറ്റ് ഫ്ലൂറൈഡ് മിക്സ്ചർ യൂസ്ഡ് ഫോർ ദ ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷൻ ഈസ് ഓപ്ഷൻ എ 3:1, ഓപ്ഷൻ ബി 2:1 ആൻഡ് ഓപ്ഷൻ സി 1:3 ആൻഡ് ഓപ്ഷൻ ഡി 10:1. The answer is question. Normal shape of RBC is dash. Normal shape of RBC. The answer is biconcave. The shape of RBC is biconcave shape. Commonly used anticoagulant for arterial blood gas is dash. Answer is heparin. Heparin ഒരു നാച്ചുറൽ ആൻറ്റിക്കോയാഗുലൻ്റ് ആണ്. ഹെപ്പാരിൻ്റെ കളർ കോഡ് ഗ്രീൻ ആണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഹെപ്പാരിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഹെപ്പാരിന് ഏറ്റവും കോസ്റ്റ്ലി ആൻറ്റിക്കോയാഗുലൻ്റ് ആണ്. അത് കൊയാഗുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത് ത്രോംബിൻ ആകുന്നത് തടഞ്ഞിട്ടാണ്. ഹെപ്പാരിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് അത് സ്മിയർ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് സ്മിയർ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല.
അതുപോലെ തന്നെ വളരെ എക്സ്പെൻസീവായ ആൻറ്റിക്കോയാഗുലൻ്റ് ആണ് ഹെപ്പാരിൻ. ഓർഡർ ഓഫ് ബ്ലഡ് റോള് സിറം ബോട്ടിൽ അല്ലെങ്കിൽ റെഡ് ക്യാപ്പ് ബോട്ടിലിന് ശേഷമാണ് ഹെപ്പാരിൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ EDTA ബോട്ടിലിന് മുൻപുമാണ് ഹെപ്പാരിൻ നമ്മൾ കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് വെസ്റ്റർഗൺ ട്യൂബ്. ദ ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് വെസ്റ്റർഗൺ ട്യൂബ് ഈസ് ആൻസർ ഈസ് 2.5 millimeter. ESRൽ യൂസ് ചെയ്യുന്ന ട്യൂബാണ് വെസ്റ്റർഗൺ പിപ്പറ്റ്. അത് 30 cm ലെങ്ത് ആണ്. അതിൻ്റെ ബോ സൈസ് എന്ന് പറയുന്നത് 2.5 millimeter ആണ്. അത് 20 cm വരെ ഗ്രാജുവേറ്റഡ് ആണ്. അത് ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ് ഗ്രാജുവേഷൻ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെപ്ത് ഓഫ് ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിങ് ചേംബർ ഈസ് ഡാഷ്. ഡെപ്ത് ഓഫ് improved Newbar counting chamber is 0.1 millimeter. The distance between the rule area and the lower surface of the cover glass is called depth of counting chamber. പച്ചറസന്താൾ കൗണ്ടിങ് ചേംബറിൻ്റെ ഡെപ്ത് 0.2 millimeter ആണ്. ബാക്കി തോമ കൗണ്ടിങ് ചേംബർ, ബർക്കർ കൗണ്ടിങ് ചേംബറിൻ്റെയൊക്കെ ഡെപ്ത് എന്ന് പറയുന്നത് 0.1 millimeter തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആൻറ്റികോയാഗുലൻ്റ് ആക്ഷൻ ഓഫ് ഹെപ്പാരിൻ ഈസ് ബേസ്ഡ് ഓൺ ഡാഷ്. The anticoagulant action of heparin. The answer is antithrombin activity. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ഓപ്ഷൻ എ ഷീലേഷൻ ഉദാഹരണമായിട്ട് വരുന്നത്, ആൻറ്റികോയാഗുലൻ്റ് ബേസ്ഡ് ഓൺ ഷീലേഷൻ ഉദാഹരണമായിട്ട് വരുന്നത് EDTA ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സ്റ്റോർഡ് ബ്ലഡ് ദ വാല്യൂ ഓഫ് ഡാഷ് റിമൈൻ അൺചേഞ്ച്. ഇൻ സ്റ്റോർഡ് ബ്ലഡ് ദ വാല്യൂ ഓഫ് ഡാഷ് റിമൈൻ അൺചേഞ്ച്. ഓപ്ഷൻ എ MCV ഡിഗ്രീസ് ചെയ്യുക. ഓപ്ഷൻ ബി WBC കൗണ്ട് സ്മോൾ എമൗണ്ട് ഡിഗ്രീസ് ചെയ്യും. ഓപ്ഷൻ സി ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി ഇൻക്രീസ് ചെയ്യുക. ഓപ്ഷൻ ഡി ഹെമറ്റോളജിയാണ് ആൻസർ. ഈ സ്റ്റോർഡ് ബ്ലഡിൽ എത്രയായാലും വാല്യൂ മാറ്റം ഇല്ലാണ്ടിരിക്കുക ഹീമോഗ്ലോബിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കപ്പാസിറ്റി ഓഫ് വിൻഡ്രോപ്സ് ഹെമറ്റോക്രിറ്റ് ട്യൂബ് ഈസ് ഡാഷ്. ദ കപ്പാസിറ്റി ഓഫ് വിൻഡ്രോപ്പ് ഹെമറ്റോക്രിറ്റ് ട്യൂബ് ഈസ് ഡാഷ്. ആൻസർ 1 ml. ഓപ്ഷൻ ബി ആൻസർ 1 ml ആണ് വെൻഡ്രോപ്സ് ട്യൂബിൻ്റെ കപ്പാസിറ്റി. വെസ്റ്റർഗൺ ട്യൂബിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ml ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെപ്ത് ഓഫ് ഫൊച്ചുറസന്താൾ ചാമ്പർ ഈസ് ഡാഷ്. 0.2 mm. ഈ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ന്യൂബാർ കൗണ്ടിങ് ചേംബറിൻ്റെത് 0.1 mm, ഫൊച്ചുറസന്താളിൻ്റെത് 0.2 mm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റാപ്പിഡ് മെത്തേഡ് ഓഫ് സ്റ്റെയിൻ ഓഫ് ബ്ലഡ് ഫിലിം ഈസ് ഡാഷ്. ദ റാപ്പിഡ് മെത്തേഡ് ഓഫ് സ്റ്റെയിനിങ് ഓഫ് ബ്ലഡ് ഫിലിം ഈസ് ഡാഷ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഫീൽഡ് സ്റ്റെയിൻ. 10 to 20 seconds ആണ് ഫീൽഡ് സ്റ്റെയിന് റിക്വയർ ചെയ്യുന്ന ടൈം. മലേറിയൽ സ്റ്റെയിനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ജിംസ സ്റ്റെയിൻ ആണ്. കോമൺലി യൂസ്ഡ് സ്റ്റെയിൻ ആണ് ലീഷ്മാൻ സ്റ്റെയിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ലീഷ്മാൻ സ്റ്റെയിൻ ഇൻക്ലൂഡ് ആൾ എക്സെപ്റ്റ് 4 ഓപ്ഷൻസ്. അത് മീഥൈൽ ബ്ലൂ, മെത്തനോള്, ഇയോസിൻ ആൻഡ് എത്തനോള്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി എത്തനോൾ ആണ്. ലീഷ്മാൻ സ്റ്റെയിനിൽ ഉൾപ്പെടാത്തത് എത്തനോളാണ്. എത്തിലിൻ ബ്ലൂ, സോഡിയം കാർബണേറ്റ്, ഇയോസിൻ, മീഥൈൽ ആൽക്കഹോൾ എന്നുള്ളതാണ് ലീഷ്മാൻ സ്റ്റെയിൻ്റെ കണ്ടൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻറ്റികോയാഗുലൻ്റ് ഓഫ് ചോയ്സ് ഫോർ ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി ഈസ് ഡാഷ്. ഈ ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആൻസർ ഹെപ്പാരിൻ. ഹെപ്പാരിൻ ആണ് ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി ടെസ്റ്റിൽ ആൻറ്റികോയാഗുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, MCV ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് PCV ആൻഡ് ഡാഷ്. MCV is calculated using PCV and dash. MCV means corpuscular volume. MCV equal to PCV in percentage into 10 by RBC count in millimeter. PCV in percentage into 10 by RBC count in millimeter. So here the answer is option B, RBC count. Next question, WBC pipette is used for demonstration of all except dash. WBC pipette is used for the demonstration of all except dash. 4 options are there. Option A, CSF cell count. Option B, absolute eosinophil count. Option B, WBC count. And option D, platelet count. ആൻസർ വരുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനും RBC കൗണ്ടിനും യൂസ് ചെയ്യുന്നത് RBC പിപ്പറ്റ് ആണ്. അതായത് റെഡ് കളർ ബൾബുള്ള പിപ്പറ്റ് ആണ് RBC പിപ്പറ്റ്. CSFനും WBC കൗണ്ടിനും ഈസ്നോഫിൽ കൗണ്ടിനും എല്ലാം യൂസ് ചെയ്യുന്നത് WC പിപ്പറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാത്തോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡാഷ്. ദ പാത്തോളജി ഈസ് സ്റ്റഡി ഓഫ് ഡാഷ്. ദ ഓപ്ഷൻസ് ആർ ഡിസീസ്, പാത്തോജൻസ്, ക്യാൻസർ ആൻഡ് ഇൻഫെക്ഷൻ. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഡിസീസ് ആണ്. സ്റ്റഡി ഓഫ് പാത്തോജൻസ് അല്ല പാത്തോളജി, സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് പാത്തോളജി.
Next question. The method of HB estimation usually done in the blood bank. The method of HB estimation usually done in blood bank. Options Sandbach hemoglobin, option C Salis hemoglobin, option B specific gravity, I have option D gastrometric. ബ്ലഡ് ബാങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി മെത്തേഡിലാണ് HB എസ്റ്റിമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ആൻസർ ഓപ്ഷൻ ബി സ്പെസിഫിക് ഗ്രാവിറ്റി മെത്തേഡ്. We are used copper sulfate solution for this. The specific gravity of copper sulfate solution is 1.052. Next question. Mean corpuscular hemoglobin concentration is dash. Mean corpuscular concentration is MCH. MCH is equal to PCV HB by PCV. That is option A HB by PCV. Next question. The temperature of blood bank refrigerator is dash. The temperature of blood bank refrigerator is dash. Option A -20, option B 0 degree, option C -10 degree, and option D 4 degree. The answer is 4 degree. 2 to 4 degree refrigerator is used for blood bank refrigeration. The next question. The recommended pH of phosphate buffer for Leishman staining. The recommended pH of phosphate buffer for Leishman staining is 6.8. The 6.8 pH buffer is used for Leishman staining. Leishman stain is the next examples for Romanowski stain. Next question. The variation in the shape of RBC. The variation in the shape of RBC is poikilocytosis. ഈ ആൻസർ നമ്മൾ മുൻപ് ചർച്ച ചെയ്തതാണ്. അനേസോസൈറ്റോസിസ് എന്ന് പറയുന്നത് RBCയുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പ്ലിയോസൈറ്റോസിസ് എന്ന് പറയുന്നത് WBCയുടെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് വിഴുങ്ങി നശിപ്പിക്കുന്നതിനാണ്. WBC ഓർഗാൻസിനെ വിഴുങ്ങി നശിപ്പിക്കുന്നതിനാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ HB ലെവൽ ഇൻ ന്യൂ ബോൺ. ദ HB ലെവൽ ഇൻ ന്യൂ ബോൺ. ദ ആൻസർ ഈസ് 15 to 80 gram %. മെയിൽസിലെ HB നോർമൽ ലെവൽ എന്ന് പറയുന്നത് 14 to 60 gram % ആണ്. ഫീമെയിൽസിലത് 20 to 40 gram % ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വോളിയം ഓഫ് ഓക്സിജൻ വിച്ച് ക്യാൻ ബി ക്യാരിഡ് ബൈ 1 gram ഓഫ് ഹീമോഗ്ലോബിൻ. ദ വോളിയം ഓഫ് ഓക്സിജൻ വിച്ച് ക്യാൻ ബി ക്യാരിഡ് ബൈ 1 gram ഓഫ് ഹീമോഗ്ലോബിൻ. ദ ആൻസർ ഈസ് 1.39. ദ ഓപ്ഷനിൽ അങ്ങനെ ഒരു ആൻസർ ഇല്ല, അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ. 1.34. 1 gram ഹീമോഗ്ലോബിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഓക്സിജൻ്റെ അളവാണ് 1.39 milliliter. The next question. Leukocyte which can be secreted heparin. Leukocyte which can be secreted heparin. The answer is basophil. Basophil secrete the heparin. Next question. The anticoagulant of choice of hematological investigation. The anticoagulant of choice of hematological investigation. Option answer is EDTA. EDTA is the choice of hematological investigation. Next question. Anticoagulant for ESR estimation by Westergren method. Anticoagulant for ESR estimation by Westergren method. The answer is option A trisodium citrate. 3.8% sodium citrate is used as the anticoagulant for ESR. It is used in the ratio 4:1. Next question. RBC diluting fluid include all except. Option A Dyes fluid, option B Turk's fluid, option C Haim's fluid, and option D Thoisson's fluid. ആൻസർ വരുന്നത് Turk's fluid ആണ്. Turk's fluid WBC diluting fluid ആണ്. Next question. Classification of neutrophils according to the number of lobes. Classification of neutrophils according to the number of lobes is called. The answer is Arnath count. Arnath count is the classification of neutrophils according to the number of lobes. ആഡിസ് കൗണ്ട് എന്ന് പറയുന്നത് യൂറിനിലെ സെല്ലിൻ്റെയും കാസ്റ്റിൻ്റെയും നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് യൂസിങ് ഫോർ ദ അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട്. Diluting fluid used for the absolute eosinophil count. The answer is Hinglesman's fluid. Gower's fluid RBCയുടെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ആണ്. തൈസൺ ഫ്ലൂയിഡ് WBCയുടെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ആണ്. റൈസക്കേഴ്സ് ഫ്ലൂയിഡ് പ്ലേറ്റ്ലെറ്റിൻ്റെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ആണ്. യൂസ്നോഫിലിൻ്റെ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ഹെങ്കിൾസ്മാൻ ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Trapsin's reagent consists of all except.
Dropson's reagent consists of all except option A, potassium cyanide, option B, ferric chloride, option C, sodium bicarbonate, option D, potassium ferricyanide. The answer is option B, ferric chloride. Dropson reagent contains sodium carbonate, potassium ferric cyanide and potassium cyanide. Next question. Increased PCV is seen in dash. Increased PCV is seen in 4 options are the iron deficiency anemia, plastic anemia, polycythemia vera and ITP. The answer is polycythemia vera. In other condition, in PCV is decreased. All anemic condition PCV is decreased. In polycythemic vera PCV is increased. Next question. All of the following are use of WBC pipette except option A, sperm count, option B, platelet count, option C, absolute eosinophil count and option D, CSF count. The answer is platelet count. All of the following can be estimated using Salis method except option A, HbA, option B, HbF, option C, carboxyhemoglobin and option D, methemoglobin. The answer is HbF. ഫീറ്റൽ ഹീമോഗ്ലോബിൻ ആണ് സാലിസ് മെത്തേഡിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. സാലിസ് മെത്തേഡിൻ്റെ ഡ്രോബാക്കാണ് അഡൾട്ട് HB മാത്രമേ അത് ആസിഡ് ഹെമാറ്റിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡിയൽ ലെങ്ത് ഓഫ് പെരിഫറൽ ബ്ലഡ് സ്മിയർ ഈസ് ഡാഷ്. The ideal length of peripheral blood smear is dash. The answer is 3 to 4 cm. Next question. Ideal temperature for doing ESR is dash. The ideal temperature for doing ESR is dash. The answer is 20 to 27 degrees Celsius. That is room temperature. Next question. Which is the most expensive among the following anticoagulant? Which is the most expensive among the following anticoagulant? ഇതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞതാണ്. ഹെപ്പാരിൻ ആണ് ഏറ്റവും എക്സ്പെൻസീവ് ആയ ആൻറ്റികോയാഗുലൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ESR എസ്റ്റിമേഷൻ റേഷ്യോ ഓഫ് ബ്ലഡ് ആൻഡ് ആൻറ്റികോയാഗുലൻറ്റ് യൂസ്ഡ് ഈസ് ഡാഷ്. ഈ ആൻസർ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 4.1 റേഷ്യോയിലാണ് ESR എസ്റ്റിമേഷനിൽ ആൻറ്റികോയാഗുലൻറ്റ് യൂസ് ചെയ്യുന്നത്. ആൻറ്റികോയാഗുലൻറ്റ് സിട്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. 3.8% സോഡിയം സിട്രേറ്റ് 4:1 റേഷ്യോയിലാണ് ESR എസ്റ്റിമേഷനിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ordinary Buffy-Coat preparation is used for all of the following except option A, demonstration of malarial parasite, option B, detection of WBC disorders, option C, detection of platelet disorders and option D, LE cell demonstration. The answer is option A, demonstration of malarial parasite. Malarial parasite RBCയുടെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. മലേറിയൽ പാരസൈറ്റ് ഉള്ള RBC വെയിറ്റ് കുറയുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിക്നെസ് ഓഫ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് കവർ സ്ലിപ്പ് ഇൻ ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിംഗ് ചേംബർ ഈസ് ഡാഷ്. തിക്നെസ് ഓഫ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് കവർ സ്ലിപ്പ് ഇൻ ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിംഗ് ചേംബർ. ദ ആൻസർ ഈസ് 0.4 mm. നോർമൽ കവർ സ്ലിപ്പിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.1 mm ആണ്. കൗണ്ടിങ് ചേമ്പറിൽ യൂസ് ചെയ്യുന്ന കവർ സ്ലിപ്പിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.4 mm തിക്നെസ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് യൂസ്ഡ് ഇൻ WBC കൗണ്ട് ഈസ് ഡാഷ്. ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് യൂസ്ഡ് ഇൻ WBC കൗണ്ട്. ആൻസർ തെർക്സ് ഫ്ലൂയിഡ് ആണ് WBC കൗണ്ടിങ് ചേമ്പറിൽ യൂസ് ചെയ്യുന്ന ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്. തെർക്സ് ഫ്ലൂയിഡിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ അസറ്റിക് ആസിഡ് 1% ജെൻഷ്യം വയലറ്റ് അല്ലെങ്കിൽ മെഥിലിൻ ബ്ലൂ, 0.1 നോർമൽ HCl. ഇതെല്ലാമാണ് തെർക്സ് ഫ്ലൂയിഡിൻ്റെ കണ്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All are cause of thrombocytopenia except dash. All are cause of thrombocytopenia except dash. Option A, hereditary spherocytosis. Option B, acute leukemia. Option C, ITP. Option D, aplastic anemia. ത്രോംബോസൈറ്റോപീനിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ പ്ലേറ്റ്ലെറ്റിൻ്റെ എമൗണ്ട് കുറയുന്നതിനാണ് ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത്. അത് ഹെറിഡിറ്ററി സ്ക്ലീറോസൈറ്റോസിസിലാണ് ഉണ്ടാകുന്നത്. ബാക്കി എല്ലാ ഓപ്ഷനിലും ത്രോംബോസൈറ്റോപീനിയ അല്ല ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോർമൽ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ഇൻ അഡൾട്ട് ഈസ് ഡാഷ്. നോർമൽ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ഇൻ അഡൾട്ട് ഈസ് ഡാഷ്. ദ ആൻസർ ഈസ്
0.5 to 2%. 0.5 to 2% റെറ്റിക്കുലോസൈറ്റ് കൗണ്ടാണ് അഡൽട്ടിൽ നോർമലായിട്ട് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻക്രീസ്ഡ് ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി ഈസ് സീൻ ഇൻ ഡാഷ്. ഇൻക്രീസ്ഡ് ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി ഈസ് സീൻ ഇൻ ഡാഷ്. ഓപ്ഷൻ എ സിക്കിൾ സെൽ അനീമിയ, ഓപ്ഷൻ ബി ഹെറിഡിറ്ററി സ്ക്ലീറോസിസ്, ഓപ്ഷൻ സി തലസീമിയ, ഓപ്ഷൻ ഡി അയൺ ഡെഫിഷ്യൻസി അനീമിയ. ദ ആൻസർ ഈസ് ഹെറിഡിറ്ററി സ്ക്ലീറോസൈറ്റോസിസ്. ഹെറിഡിറ്ററി സ്ക്ലീറോസൈറ്റോസിസിൽ തന്നെയാണ് ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാവാതിരിക്കുന്നത്. നേരത്തെ നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All are cause of eosinophilia except dash. All are cause of eosinophilia except dash. Option A parasitic infection, option B skin disease, option C allergic disorders, option D pyogenic infection. Parasitic ഇൻഫെക്ഷനിൽ ഇയോസിനോഫിൽ കൗണ്ട് കൂടും. ചില സ്കിൻ ഡിസീസസിലും ഇയോസിനോഫിൽ കൂടും. അലർജിക് ഡിസോർഡേഴ്സിലും ഇയോസിനോഫിൽ കൂടും. അതുകൊണ്ട് തന്നെ പയോജനിക് ഇൻഫെക്ഷൻസിലാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. പയോജനിക് ഇൻഫെക്ഷനാണ്. Next question. All are cause of microcytic hypochromic anemia except dash. All are cause of microcytic hypochromic anemia except dash. Option A megaloblastic anemia, option B thalassemia, option D iron deficiency anemia, and option D sideroblastic anemia. The answer is megaloblastic anemia. Megaloblastic microcytic hypochromic anemia കാണുന്നത് തലസീമിയയിലും അയൺ ഡെഫിഷ്യൻസി അനീമിയയിലും സിഡ്രോബ്ലാസ്റ്റിക് അനീമിയയിലും കാണുന്നു. മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ കാണുന്നത് തലസീമിയ, അയൺ ഡെഫിഷ്യൻസി അനീമിയ, സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് കും ടെസ്റ്റ് ഈസ് പോസിറ്റീവ് ഇൻ ഡാഷ്. ഡയറക്റ്റ് കും ടെസ്റ്റ് ഇൻ പോസിറ്റീവ് ഇൻ ഡാഷ്. ഓപ്ഷൻ എ അയൺ ഡെഫിഷ്യൻസി അനീമിയ, ഓപ്ഷൻ ബി ഹെറിഡിറ്ററി സ്ക്ലീറോസിസ്, ഓപ്ഷൻ സി autoimmune hemolytic anemia, and option D തലസീമിയ. ഡയറക്റ്റ് കും ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റാണ്. അത് ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയയിൽ ഡയറക്റ്റ് കും ടെസ്റ്റ് പോസിറ്റീവാണ്. കും ടെസ്റ്റ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ബ്ലഡ് ബാങ്കുകളിൽ റൂട്ടീൻ ടെസ്റ്റാണ് കും ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കോസ് ഓഫ് അയൺ ഡെഫിഷ്യൻസി അനീമിയ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കോസ് ഓഫ് അയൺ ഡെഫിഷ്യൻസി അനീമിയ? ഓപ്ഷൻ എ chronic hemorrhage, option B malabsorption, option C pregnancy and lactation, option D all of the above. The answer is all of the above. Chronic hemorrhageലും malabsorptionലും pregnancy and lactationലും iron deficiency anemia കോസ് ചെയ്യുന്നു. Next question. All are peripheral smear finding of iron deficiency anemia except. All are peripheral smear finding of iron deficiency anemia except option A anisocytosis, option B hypochromia, and option C poikilocytosis, and option D macrocytosis. The answer is macrocytosis. Macrocytosis എന്ന് പറഞ്ഞാൽ RBCയുടെ വലിപ്പം വളരെ കൂടുതലായിരിക്കും. അനൈസോസൈറ്റോസിസും പോയിക്കിലോസൈറ്റോസിസും ഹൈപ്പോക്രോമിക്കും അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ കേസിൽ ബ്ലഡ് സ്മിയറിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോൺ മാരോ അയൺ ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് യൂസിങ് ഡാഷ്. ബോൺ മാരോ അയൺ ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് യൂസിങ് ഡാഷ്. ആൻസർ ഈസ് പേൾ സ്റ്റെയിൻ. പേൾ സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ബോൺ മാരോ അയണിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ? Which of the following are the features of megaloblastic anemia? Option A macrocyte in blood smear, option B hypersegmented neutrophil in blood smear, option C megaloblast in bone marrow, and option D all of the above. The answer is all of the above. Megaloblastic anemia feature ആണ് macrocyte in blood smear, hypersegmented neutrophil in blood smear, and megaloblast in bone marrow smear. Next question. Megaloblastic anemia may be due to the deficiency of dash. Megaloblastic anemia may be due to the deficiency of dash. Option A vitamin C and vitamin A, option B vitamin B12 and folic acid, and option C vitamin B1 and vitamin C, and option D vitamin D. The answer is vitamin B12 and folic acid. മെഗലോബ്ലാസ്റ്റിക് അനീമിയ കോസ് ചെയ്യുന്നത് വൈറ്റമിൻ B12ൻ്റെയും ഫോളിക് ആസിഡിൻ്റെയും ഡെഫിഷ്യൻസി മൂലമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹീമോലൈറ്റിക് അനീമിയ എക്സെപ്റ്റ്.
All are the features of hemolytic anemia except option A increased reticulocyte count, option B decreased serum LDH count, and option C hemoglobinuria, and option B hemosideruria. The answer is option B decreased serum LDH. ഹീമോലൈറ്റിക് അനീമിയയിൽ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ടും ഹീമോഗ്ലോബിനൂറിയയും ഹീമോസിഡറോന്യൂറിയയും കാണപ്പെടുന്നു. ഹീമോലൈറ്റിക് അനീമിയയിൽ LDH കൗണ്ട് ഡിക്രീസ് ചെയ്യുന്നത് കാണുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ സിക്കിൾ സെൽ അനീമിയ ഡിഫെക്റ്റിംഗ് ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡാഷ്. ഇൻ സിക്കിൾ സെൽ അനീമിയ ഡിഫെക്റ്റിംഗ് ബീറ്റ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡാഷ്. ഓപ്ഷൻ ആൻസർ വരുന്നത് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ. സിക്കിൾ സെൽ അനീമിയയിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിനാണ് ബീറ്റ ചെയിനിൽ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓർഗാനിസം കോമൺലി കോസ് ഓസ്റ്റിയോമൈലൈറ്റിസ് ഇൻ സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയിൽ ഓസ്റ്റിയോമൈലൈറ്റിസ് കോമൺലി കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഷിജല്ല, സാൽമോണല്ല, സ്റ്റഫൈലോകോക്കസ് ആൻഡ് ന്യൂമോകോക്കസ് ആണ്. ദ ആൻസർ ഈസ് സാൽമോണല്ല. സാൽമോണല്ലയാണ് സിക്കിൾ സെൽ അനീമിയയിൽ ഓസ്റ്റിയോമൈലൈറ്റിസ് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാൻസൈറ്റോപീനിയ ഈസ് സീൻ ഇൻ ഡാഷ്. പാൻസൈറ്റോപീനിയ ഈസ് സീൻ ഇൻ ഡാഷ്. ഓപ്ഷൻ അപ്ലാസ്റ്റിക് അനീമിയ, ഓപ്ഷൻ ബി തലസീമിയ, ഓപ്ഷൻ സി സിക്കിൾ സെൽ അനീമിയ, ആൻഡ് ഓപ്ഷൻ ഡി അയൺ ഡെഫിഷ്യൻസി അനീമിയ. ദ ആൻസർ അപ്ലാസ്റ്റിക് അനീമിയ. പാൻസൈറ്റോപീനിയ അപ്ലാസ്റ്റിക് അനീമിയയിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എറ്റിപ്പിക്കൽ ലിംഫോസൈറ്റ്സ് ആർ സീൻ ഇൻ പെരിഫറൽ സ്മിയർ ഇൻ ഡാഷ്. എറ്റിപ്പിക്കൽ ലിംഫോസൈറ്റ്സ് ആർ സീൻ ഇൻ പെരിഫറൽ സ്മിയർ ഇൻ ഡാഷ്. ഓപ്ഷൻ എ അഗ്രാനുലോസൈറ്റോസിസ്, ഓപ്ഷൻ ബി ഇൻഫെക്ഷസ് മോണോന്യൂക്ലിയോസിസ്, ആൻഡ് ഓപ്ഷൻ സി അപ്ലാസ്റ്റിക് അനീമിയ, ഓപ്ഷൻ ഡി പോളിസൈത്തീമിയ. ദ ആൻസർ ഈസ് ഇൻഫെക്ഷസ് മോണോന്യൂക്ലിയോസിസ്. ഈ വീഡിയോ ഇപ്പോഴന്നെ ഹാഫ് ആൻ അവറായി. അതുകൊണ്ട് ഒരു 3-4 വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.